ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ഹൈഫൈ ആയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കയറാൻ പോകുന്ന ഹോട്ടലിൻ്റെ പേര് സ്റ്റീം പോട്ട്, നമ്മുടെ ആവിപ്പാത്രം. ഈ പേരിൽ തന്നെ എല്ലാം ഇരിപ്പുണ്ട്. നമ്മുടെ നാടൻ ഭക്ഷണം നല്ല ഹൈഫൈ ആയിട്ട് അങ്ങനെ അധികം ആൾക്കാർ കൊടുക്കാറില്ല. ഇവിടെ സ്റ്റീം പോട്ട് തന്നെയാണ് ഇതിൻ്റെ പേര്. ഇവിടെ കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മുടെ സ്വന്തം നാടൻ ഭക്ഷണം നല്ല ഹൈഫൈ സെറ്റപ്പിൽ ഒരു AC റെസ്റ്റോറൻറ്റിലായിട്ട് കൊടുക്കുകയാണ്. ഈ ഹോട്ടൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പട്ടത്ത് നിന്ന് കോസ്മോ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് വൈദ്യുതി ഭവൻ ഉണ്ട്, അതാണ് വൈദ്യുതി ഭവൻ. അത് കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്തായിട്ട് തന്നെയാണ് നമ്മുടെ സ്റ്റീം പോട്ട് റെസ്റ്റോറൻറ്റ്, ട്രഡീഷണൽ സ്റ്റീം ആൻഡ് സീ ഫുഡ്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് ശരിക്കും പറഞ്ഞ് ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ കൊടുക്കുന്നത് അത് തന്നെ, ട്രഡീഷൻ മോഡേണൈസ്ഡ്. അവർ ക്യാപ്ഷൻ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷൻ മോഡേണൈസ്ഡ് തന്നെയാണ്. ബാക്കി വിശേഷങ്ങളും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും നമുക്ക് ഉള്ളിൽ കയറിയിട്ട് അറിയാം. വാ. ഹായ്, ഇത് മിസ്റ്റർ സോംനാഥാണ് എൻ്റെ ഓണർ അല്ലേ? ഇത് നമ്മൾ എത്ര നാളായി തുടങ്ങിയിട്ട്? ഇപ്പോൾ 2 ആഴ്ച ആയുള്ളൂ. 2 ആഴ്ച ആയുള്ളൂ. അതെ. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റീം പോട്ട് വൈ? ബിക്കോസ് ഞങ്ങൾ സ്റ്റീം ഫുഡ് കുറച്ച് പ്രൊമോട്ട് ചെയ്യാൻ അതാണ് നോക്കുന്നത്. സ്റ്റീം ആൻഡ് സീ ഫുഡ് അത് സ്പെഷ്യലൈസ് ആണ് ചെയ്യുന്നത്. സ്റ്റീം സീ ഫുഡ് എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ ട്രഡീഷണൽ സ്റ്റീം ആൻഡ് സീ ഫുഡ് ആണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. നമ്മൾ നാടൻ മാത്രമല്ല കൊടുക്കുന്നത്? നാടൻ മാത്രമേ ഉള്ളൂ. നാടൻ കുറച്ച് അത് ട്രഡീഷൻ മോഡേണൈസ്ഡ്, കുറച്ച് മോഡേൺ വേയിൽ ഒരു നല്ല ഗുഡ് ആംബിയൻസിൽ. ഞാൻ കയറി വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചു, നല്ല ഞാൻ വിചാരിച്ചേക്കാളും ഇത്തിരി കൂടി നല്ല ആംബിയൻസ് ആണ് നമ്മളിവിടെ. സാധാരണ വെൽക്കം നാടൻ ഫുഡുകൾക്ക് ഇങ്ങനെ അങ്ങനെ അതിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ഇത്ര ഒരു ഹൈഫൈ സെറ്റപ്പ് കണ്ടിട്ടില്ല നാടൻ ഫുഡിന് മാത്രമായിട്ട്. അതുകൊണ്ട് ബാക്കി ചൈനീസും ബാക്കി കുസീൻസും ഒക്കെ കൊണ്ടുവരാത്ത എന്തുകൊണ്ടാണ്? ഇല്ല, ഞാൻ ആക്ച്വലി നമ്മുടെ നാട്ടിൽ നോക്കിയാൽ ലൈക്ക് ചൈനീസ്, തായ്, സൂഷി എല്ലാത്തിനും ഒരു നല്ല ആംബിയൻസിൽ ഓബിയസ്ലി എലൈറ്റ് ക്രൗഡ്സ് ആണ് അവിടെ പോകുന്നത്. തീർച്ചയായിട്ടും എവിടെ പോയാലും നല്ലൊരു ഈ പറയുന്ന ഐറ്റംസ് എല്ലായിടത്തും കിട്ടുമോ, പക്ഷെ നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് നല്ല ആംബിയൻസും ഉണ്ട്. കറക്റ്റ്. ബട്ട് നമ്മുടെ ഫുഡ് കഴിക്കാൻ ഒരു നല്ല ആംബിയൻസ് ഉള്ള ഒരു പ്ലേസസ് കുറവാണ്. വെരി റയർ. സോ ബിക്കോസ് നമ്മുടെ ഫുഡ് അതെ ആദ്യം പോകേണ്ടി വരും. സോ നമ്മുടെ ഫുഡ് ഒരു നല്ല ആംബിയൻസിൽ കൊടുക്കാം. ബിക്കോസ് നമ്മുടെ ഫുഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ചൈനീസ് തായ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 1-2 ദിവസം കഴിക്കാൻ പറ്റും, നോട്ട് മോർ ദാൻ ദാറ്റ്. നമ്മുടെ ഫുഡ് അതെ. സോ നമ്മുടെ ഫുഡ് ഒരു നല്ലൊരു ഹൈ ആംബിയൻസിൽ, ഗുഡ് ആംബിയൻസിൽ വിത്ത് ട്രഡീഷൻ വേ. ഞങ്ങൾ കുറച്ച് യങ് ക്രൗഡിനെ അട്രാക്ട് ചെയ്യാൻ കുറച്ച് മോഡേണൈസ്ഡ് വേയിലും ഞങ്ങൾ ഇന്നോവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ട്രഡീഷൻ മോഡേണൈസ്ഡ് ബിക്കോസ് ഇറ്റ്സ് കീപ്പ് ഓൺ ഇവോൾവിംഗ് അല്ലേ. ദ ട്രഡീഷൻ ഈസ് ഓൾവേസ് കീപ്പ് ഓൺ ഇവോൾവിംഗ്. യു കാൻറ്റ് സ്റ്റിക്ക് ഓൺ ടു ദ പഴയ രീതി സ്റ്റിക്ക് ഓൺ ചെയ്യണം, പക്ഷെ അതേ രീതിയിൽ കുറച്ച് മോഡേണൈസ്ഡ് വേയിൽ കൊടുക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. അതെ. ലൈക്ക് ഇത് ഞാനും എൻ്റെ ഫ്രണ്ട്, ദ മെയിൻ ഷെഫ് ഈസ് എൻ്റെ ഫ്രണ്ടാണ്. പുള്ളി കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഗോട്ട് 10 years ഓഫ് എക്സ്പീരിയൻസ്. സോ പുള്ളി ദുബായിലൊക്കെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടും ലൈക്ക് വി ഡിസ്കസ് ചെയ്ത് സംതിങ് ഇതേപോലെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ട്രിവാൻഡ്രത്തിൽ ഇപ്പം ചൈനീസ് തായൊക്കെ വന്നു. ഇറ്റ്സ് ഡെവലപ്പിംഗ് സ്പാനിഷും ഉണ്ട്. സ്പാനിഷ് റെസ്റ്റോറൻറ്റ് ഈസ് ഓൾസോ ദെയർ. സോ കുറച്ച് വെസ്റ്റേണൈസ്ഡ് ആണ്. പീപ്പിൾ ആർ ഗെറ്റിംഗ് വെസ്റ്റേണൈസ്ഡ് എ ലോട്ട്. സോ നമ്മുടെ നാടൻ സംഭവം ഗുഡ് വേ കൊടുത്തുവിടാ, അങ്ങനെ ഒരു തോട്ട് വന്നുകൊണ്ടാണ്. ബിക്കോസ് ഇവിടെ കഴിക്കാൻ ഇപ്പോൾ പറയുമ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വെളിയിൽ പോയി. ഒരു നല്ല പ്ലേസിൽ, ഒരു ഗുഡ് പ്ലേസ് വിത്ത് ഗുഡ് ആംബിയൻസിൽ കഴിക്കാൻ. സോ അങ്ങനെയാണ് ഈ തോട്ട് വന്നത്. നമ്മുടെ മെയിൻ ഐറ്റംസ് എന്തൊക്കെയാണ്? മെയിൻ ഐറ്റംസ് ലൈക്ക് ഞങ്ങൾ കേരളയിലുള്ള ഫുൾ ലൈക്ക് ട്രഡീഷണൽ ഇത് ചെയ്യുന്നുണ്ട്, ഫ്രം നോർത്ത് ടു സൗത്ത്. സ്റ്റാർട്ടേഴ്സിൽ നോക്കിയാൽ കോഴിയട, ചെമ്മീനട, കപ്പ ചിക്കൻ ഡംപ്ലിങ്സ്, ചെമ്മീനട നമ്മുടെ അടയിൽ ലൈക്ക് സ്റ്റഫ് ചെയ്ത് തരുന്നതാണ്. പിന്നെ കപ്പയുടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ മീനിൻ്റെ ചെമ്മീൻ തീയൽ, മീൻ തീയൽ, പിന്നെ ക്രാബ്, സ്ക്വിഡ്, സീ ഫുഡിൻ്റെ കുറേ വെറൈറ്റീസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡിങ് ഉണ്ട്. സീസണൽ ഏതൊക്കെ അവൈലബിലിറ്റി ഉണ്ടോ. ചിപ്പി ഇപ്പം സീസണിൽ കിട്ടുന്നില്ല, കിട്ടുമ്പോൾ ലൈക്ക് ചിപ്പി, കക്ക അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ചിക്കനിൽ മെനു ആണല്ലോ. അതെ. ചിക്കനിൽ ലൈക്ക് അമ്മച്ചി കോഴി റോസ്റ്റ്, കോഴി ഡിഷസ്, അമ്മച്ചി കോഴി റോസ്റ്റ്, കോഴി ഉലത്തിയത്, കോഴിക്കറി, കോഴി വരട്ടിയത്, കോഴി വെള്ളായി കുറുമ, കോഴി മുളകിട്ടത്, കോഴി വറുത്തരച്ചത്, കോഴിത്തോരൻ, കോഴി മൊത്തമാണ് കോഴി. പിന്നെ സ്റ്റീം ഡിഷസ് തന്നെ അരിപ്പുട്ട്, ഗോതമ്പുട്ട്, ചിരട്ടപ്പുട്ട്, ചെമ്പപ്പുട്ട്, റാഗിപ്പുട്ട്, മധുരപ്പുട്ട്, പുട്ടിന്റെ തന്നെ ഒരു എന്താ പറയാ ശേഖരം തന്നെ. 15 വെറൈറ്റീസ് ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പ്ലസ് കൊഴക്കട്ടയുണ്ട്, ഇടിയപ്പം, പിന്നെ ഇടിയപ്പം പ്രോൺസ് പുലാവ്, അപ്പം, മുട്ടപ്പം, കൊഴക്കട്ടയുടെ ഡിഫറെന്റ് വെറൈറ്റീസ്, അരിപ്പിടി, ചപ്പാത്തി, പത്തിരി, പിന്നെ സ്റ്റാർട്ടേഴ്സ് എല്ലാം നമ്മുടെ ഡിഷസ്, നമ്മുടെ സാധാരണ നാട്ടൻ വിഭവങ്ങൾ
സ്റ്റാർട്ടർ മുതൽ മെയിൻ കോഴ്സ് കഴിഞ്ഞ് എൻഡില് ഡെസേർട്ട് വരെ ഫുള്ള് അത് നന്നായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടേഴ്സിൽ തന്നെ മുട്ടയും ചമ്മന്തിയും, കോഴിയട, അരിപ്പിടിയും, കോഴിച്ചാറ്, കപ്പ വിത്ത് ചെമ്മീൻ, മുളകിടിച്ചത്, കപ്പ ചിക്കൻ ഡംപ്ലിംഗ്, കണവ നിറച്ചത് സീസണൽ എഴുതി വെച്ചിട്ടുണ്ട്, കിട്ടുന്നതനുസരിച്ചാണ്. കൂന്തൽ നിറച്ച അരിപ്പിടി, ചെമ്മീനട അതും സീസണൽ. പിന്നെ കപ്പയുടെ വെറൈറ്റീസ് കുറേ ഉണ്ട്. പിന്നെ മീനിന്റെ നെമ്മീൻ, മീൻ തീയല്, അങ്ങനെ കുറേ കറിയുണ്ട്. പിന്നെ ഡെസേർട്ട് മീൻ കിഴി സ്റ്റീം ഫിഷ്. അത് ഇലയിൽ സ്റ്റീം ചെയ്തെടുക്കുന്ന ഇതാണ് മീൻ. ഇലയിൽ സ്റ്റീം ചെയ്തെടുക്കും. അത് എന്തൊക്കെ നമ്മുടെ മറ്റേ പുളിയുടെ കുറച്ച് ലൈക്ക് സ്പൈസസ് ആണ്, ബട്ട് സ്റ്റീം ചെയ്ത ഹാഫ് കുക്ക് ചെയ്ത് സ്റ്റീം ചെയ്താ എടുക്കുന്നത് ആണല്ലേ. ബനാന ലീഫ് നമ്മുടെ വാഴയില് നന്നായിട്ട്. പിന്നെ ഡെസേർട്ട് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ടർ തൊട്ട് ഡെസേർട്ട് വരെ. ഡെസേർട്ടിൽ ഇലയട, കായ്പോള, മധുര കൊഴുക്കട്ട, കിണ്ണത്തപ്പം നമ്മുടെ കുഞ്ഞപ്പം അല്ലേ, നല്ല നെയ്യാണോ ഓയില്? അല്ല, സ്റ്റീം ചെയ്തെടുക്കുന്ന. പിന്നെ ഉന്നക്കായി, പാൽ കൊഴുക്കട്ട, കോക്കനട്ട് മിൽക്ക്, മനസ്സിലായി, നമ്മുടെ തേങ്ങാപ്പാൽ കൊഴുക്കട്ട. പിന്നെ ബാക്കി നമ്മുടെ മോക്ടെയിൽസും ഡ്രിങ്ക്സും എല്ലാം ഉണ്ട്. ഇപ്പൊ എന്തായാലും ഇവിടെ കണ്ടതും കേട്ടതും വായിച്ചതും എല്ലാം അനുസരിച്ച് ഇപ്പോഴേ നാവിലിങ്ങനെ വെള്ളം ഊരിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വന്നപ്പോൾ തന്നെ നമ്മളിവിടെ ഒരെണ്ണം സർവീസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. നമ്മുടെ പണ്ട് കല്ലിട്ട് കാക്ക വെള്ളം കുടിക്കുന്ന ഒരു മറ്റേ ഫുഡ് പേക്കർ വന്ന് കൊത്തി ഈസി ആയിട്ട് സർവീസിങ്, ഗുഡ് സർവീസിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ authenticity at its best. Mackerel fry is there, pearl spot fry is there, prawns curry cooked in Malabar turmeric there. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അത് തന്നെ പഴയ പുതിയ കുപ്പിയിലിട്ട് വെച്ചേക്കുന്നത്, ഇത്തിരി കൂടി മോഡേണൈസ്ഡ് ആക്കി. പിന്നെ ബൈക്കിൽ നിന്ന് ചാടി വരയ്ക്കാൻ പോകുന്ന ഒരു വ്യക്തിയുണ്ട്. ഇങ്ങനെ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഉള്ളിൽ. ഇപ്പൊ എന്തായാലും ഇങ്ങനെ നടന്നു വന്ന സ്ഥിതിക്ക് എന്തായാലും നേരെ പോയി നമുക്ക് കിച്ചണിൽ കയറാം. അല്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങിയേക്കാം. ഇതാണ് നമ്മുടെ കിച്ചണിലെ വിഷ്ണു, പുള്ളിയാണ് നമ്മുടെ ഷെഫല്ലേ. അപ്പോൾ ഷെഫും ഇദ്ദേഹം കൂടിയാണ് ഇത് മെയിനായിട്ട് ടോട്ടെല്ലാം ഇങ്ങനെ ഈ ഒരു ഹോട്ടലാക്കി എടുത്തത് അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കഴിക്കണ്ടേ, പോവാണ് അങ്ങോട്ട്. ഓക്കെ ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും കഴിക്കുന്ന സമയത്ത്. താങ്ക് യു.